ആദിപ്പെരിയോരോ 21 പേരെ കാലപ്പെരിയോരാം 21 പേരും അത്തിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം ദിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം. പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ ആറന്മുള ഉള്ളന്നൂർ അല്ലേ, ആറന്മുള പന്തളം ഉള്ളന്നൂർ അല്ലേ എന്ന സ്ഥലത്ത് ഉള്ളന്നൂർ സാംസ്കാരിക നിലയത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്നത് അതിപ്രശസ്തയായ വളരെ സീനിയോറിറ്റിയുള്ള ഒരു കലാകാരിയാണ്. സിന്ധു ഉള്ളന്നൂരാണ്. ഇപ്പൊ അത് മാറ്റി സിന്ധു മാറിയിട്ട് സിന്ധു പന്തളം. സിന്ധു പന്തളം എന്ന് പേരിട്ടാരാണ്? നമ്മുടെ സ്വന്തം കലാഭവൻ മണിച്ചേട്ടനാണ് സിന്ധു ഉള്ളന്നൂർ മാറ്റിയിട്ട് സിന്ധു പന്തളം എന്ന് പേരാക്കിയത്. അപ്പൊ നമ്മുടെ പന്തളം എന്നായിരുന്നു വിളിക്കുന്നത്. അങ്ങനെ പന്തളം എന്ന് വിളിക്കുന്നല്ലേ, അങ്ങനെ സിന്ധു പന്തളമായി. അങ്ങനെ ഞാൻ സിന്ധു പന്തളത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ സിന്ധുവിന്റെ വിശേഷങ്ങൾ നമുക്കറിയാം. അപ്പൊ സിന്ധു നമസ്കാരം. നമസ്കാരം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, മകള്, ഞാൻ. അമ്മയുടെ പേര് അനന്തനാരായണി. അനന്തനാരായണി വെറൈറ്റി പേരാണല്ലോ. വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞാത്തു. അമ്മയുടെ പേര് രാജമ്മ. ഹസ്ബൻഡ് ഇല്ല, പോയിട്ട് 1 വർഷമായി. അപ്പം പ്രത്യേകിച്ച് ഒരു മുഖവരിയുടെ ആവശ്യമില്ല. ഫോക്കുലർ അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ അല്ലെ, CJ കുട്ടപ്പൻ മാഷിന്റെ സമിതി മുതൽ തുടക്കം അവിടുന്നാണ് അല്ലെ. ഒന്ന് പറയാമോ, എങ്ങനെ തുടക്കം ഒന്ന് പറയാമോ? തുടക്കം തായ്ലത്തിൽ നിന്നായിരുന്നു സാറിന്റെ സമിതി. സാർ ഒരു ലൈബ്രറി കൗൺസിലിന്റെ ക്ലാസ് എടുക്കാൻ വന്നപ്പോ അവിടെ വെച്ച് എന്റെ ഒരു പാട്ട് കേട്ടിട്ട് സാറ് നമ്പർ തന്നതാണ്. അങ്ങനെയാണ് സാറിന്റെ വീട്ടിൽ അച്ഛൻ കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ നിന്നാണ് എന്റെ തുടക്കം. പിന്നീട് ആദ്യം പാടിയ പാട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ? അന്ന് നാടൻ പാട്ടിലോട്ടല്ലായിരുന്നു എനിക്ക്. ഫസ്റ്റ് നമ്മള് പിന്നെ കച്ചേരി ക്ലാസിക്കലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആണോ? അപ്പം കച്ചേരിയാണ് ആദ്യം പഠിച്ചത്? തുടക്കം അതാണ് പഠിച്ചത്. അപ്പം കച്ചേരി പന്തളത്ത് ദേശ സംഗീത അക്കാദമിയിലാണ് തുടക്കം. അപ്പൊ പിന്നെ വരുമ്പോ അധികത്തിലുണ്ട് പറയാൻ. അല്ല, അപ്പൊ എന്താ കച്ചേരി പറ്റില്ല, നാടൻ പാട്ടാന്ന് തോന്നിയത് എങ്ങനെ? നമുക്ക് അതൊരു ഓരോ അനുഭവങ്ങളാണല്ലോ നമ്മളെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അതല്ല ഇതാണ് എന്റെ സ്പേസ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ കച്ചേരിയിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പിന്നെ നല്ല നല്ല ഏതെങ്കിലും കീർത്തന എന്തെങ്കിലും 2 വരി ഓ രാഘവ മരു കേളര ഓ രാഘവ മരു കേളര ഓ രാഘവ മരു കേളര ഓ രാഘവ മരു കേളര ഓ രാഘവ. അപ്പം നാടൻപാട്ടിൽ ആദ്യം പാടിയ പാട്ട് അങ്ങനെ ഓർമ്മയില്ല? നാടൻപാട്ടിൽ ആദ്യമേ കോറസ് സെക്ഷൻ ആയിരുന്നല്ലോ, നമുക്ക് ഒന്നും അറിയില്ല. അങ്ങനെ കോറസിന് കയറിയാണ് പിന്നെ ഓരോ പാട്ടുകൾ. അതും സാറ് ഇരുത്തി ഓരോ വരികൾ എങ്ങനെയാണ് പാടേണ്ടത്, വാക്കുകൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണെന്ന് അതിന്റെ ബേസിക് കാര്യങ്ങള്. അപ്പൊ സിന്ധു ഉള്ള സമയത്താണോ മറ്റേ ബാനർജി, നമ്മുടെ ബഹുമാനപ്പെട്ട ബാനർജി, മത്തായി, ശ്രീദേവി ചേച്ചി അവരൊക്കെ ഉണ്ട്? ഒരു ടീമിന്റെ കൂടെ സുവർണ്ണ കാലഘട്ടത്തിൽ തന്നെയാണ് അല്ലെ നാടൻപാട്ടിന്റെ സുവർണ്ണ കാലഘട്ടം അന്നല്ല, പക്ഷെ അന്നൊരു പ്രത്യേക പവർ. ഫോണൊക്കെ ആയിട്ടില്ല. അതെ, നമുക്ക് പുറത്തോട്ട് ഇങ്ങനെ ഇത്രയും ഉള്ള ഇപ്പോഴത്തെ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ല. ഇപ്പത്തെ സംവിധാനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ വന്നത് തന്നെ തുറന്നു പറയാം പ്രേക്ഷകരോട്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോ കാണും. എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന, ലൈക്ക് ചെയ്യുന്ന ഭയങ്കര സന്തോഷം. അങ്ങനെ വന്ന സമയത്താണ് സിന്ധുവിന്റെ ഒരു പാട്ട് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഞാൻ അതിന് താഴെ ഇട്ടു, സിന്ധു എനിക്ക് സിന്ധുവായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം, എന്റെ നമ്പർ ഇതാണ്. സിന്ധു വിളിക്കുന്നു. ഞാനും എന്റെ സുഹൃത്ത് അറിയാലോ മുകുന്ദൻ, ശ്രീരംഗത്തെ വഴി, ഞങ്ങൾ രണ്ടും കൂടെ മൂന്നിനൊന്ന് വന്നിട്ടോ, പെട്ടെന്ന് വന്നിക്കേ. കാരണം ഒരുപാട് എന്റെ വീഡിയോസിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. എന്റെ സതീർത്ഥനാണെങ്കിൽ എന്റെ സതീർത്ഥാണ് മുകുന്ദൻ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്നാണ് എന്റെ തുടക്കം. ഇവിടെ കോതാമ്മ എന്ന് പറഞ്ഞൊരു അമ്മമ്മ ഉണ്ടായിരുന്നേ. അമ്മമ്മ നാടൻപാട്ട് തന്നെയല്ല, വാദ്യോപകരണങ്ങളൊക്കെ അമ്മ വായും കൊണ്ട് ചെയ്യുന്ന. അപ്പൊ പഴയ കഥകളും നാട്ടുവർത്താനങ്ങളും ഒക്കെ ഉള്ള ഒരമ്മയായിരുന്നു. അപ്പൊ ആ അമ്മ പാടുന്നതും പറയുന്നതും കേട്ടിട്ടാണ് ഇവിടെ നിന്നാണ് എല്ലാം തുടക്കം. ഇവിടെ നിന്നാ തുടക്കം. അപ്പൊ ഇപ്പം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളുമായി. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു ചുറ്റുപാടിൽ നിന്നാണ് നമ്മളിപ്പം കുറച്ചുപേരൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇനി തീർച്ചയായിട്ടും അറിയും. ഞാൻ പറഞ്ഞില്ലേ,
പിന്നെ ഇപ്പം ഒരു നമുക്ക് വെറുതെ പോലും പാടാൻ പറ്റുന്നില്ല. എന്ത് വർഷങ്ങൾക്ക് മുമ്പ് പാടിയതൊക്കെ എന്ത് സിമ്പിൾ ആയിട്ടാ പാടിയത്. ഏത് രാഗമാ അത്? കൃത്യം ഇപ്പൊ അതെല്ലാം വിട്ടു. രാഗത്തിന്റെ ഒന്നും ഇപ്പൊ എല്ലാം കംപ്ലീറ്റ് പോയി. ഇപ്പൊ നാടൻ പാട്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ ഏത് പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ പാടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ ആദിപ്പാട്ടാണ്. അതായത് 21 ആദിമാരെ കുറിച്ചിട്ട് പേരുകൾ മാത്രം പറയപ്പെടുന്ന പാട്ടാണ്. അത് സാറിന്റെ കൂടെ സമിതിയിലുള്ള സമയത്ത് സാറ് പറഞ്ഞു തന്നിട്ടുള്ള പാട്ടാണ്. അത് ഇച്ചിരി ലെങ്ത് ഉള്ള പാട്ടാണ്. അപ്പൊ അത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ ഒരു പാട്ട് എനിക്കും ശ്രീദേവി ചേച്ചിക്കും പറഞ്ഞു ഞങ്ങൾ ഷെയർ ചെയ്താണ് പാടിയിട്ടുള്ളത്. ആ പാട്ട് ഒറ്റ വേദിയിൽ മാത്രമേ ആ പാട്ട് ലൈവായിട്ട് ഞങ്ങൾ പാടിയിട്ടുള്ളൂ. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം മണിച്ചേട്ടൻ ഈ പാട്ട് കേൾക്കാനിടയായി അവിടെ പോയ സമയത്ത്. അപ്പം എന്തുകൊണ്ട് ഇത് ഇച്ചിരി കൂടെ സ്പീഡപ്പ് ആക്കി ചെയ്തുകൂടാ? അപ്പൊ ഇത് സൈലന്റ് മൂടി കിടക്കുന്ന പാട്ടാണ്. കരുവും മരവും മാത്രം ഉൾക്കൊള്ളിച്ചോട്ടുള്ള പാട്ടാണ്. അപ്പൊ പിന്നീട് ഞാനിത് എനിക്ക് പാടാൻ സൗകര്യത്തിന്, കാരണം നമ്മൾ വേദികളിൽ പാടുമ്പം സൈലന്റ് പറ്റൂലല്ലോ. അപ്പം പ്രാർത്ഥനയോട് കൂടി തന്നെ നമ്മളത് ഇച്ചിരി കൂടെ ഒന്ന് എന്റെ ഇതിലാക്കി ഞാൻ ആക്കിയെടുത്തു, സ്പീഡപ്പ് ആക്കി. അപ്പൊ അത് ഒന്നുകൂടെ ഇപ്പൊ ഞാൻ എവിടെ പോയെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരാളെങ്കിലും നമ്മളെ അറിയാവുന്നവർ കാണും. സിന്ധു ചേച്ചി ആദിപ്പാട്ട് അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് തൃശ്ശൂരിൽ പിന്നാണെങ്കിൽ കാസർഗോഡ് നിന്നും ഒക്കെ വിളിയുണ്ടായിരുന്നു ഈ പാട്ടിന്റെ വരികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ അടുത്തിടെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും അന്വേഷണം ഉണ്ടായിരുന്നു ഈ പാട്ടിന്റെ സ്റ്റോക്ക്. ഇപ്പം സാറിന്റെ ഉണ്ട്, പിന്നെ ശ്രീദേവി ചേച്ചിയുടെ ഉണ്ട്. അങ്ങനെ ചരിത്രമായിട്ടൊന്നും അന്ന് നമ്മൾ പിള്ളേരല്ല, അന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും സാറ് നമ്മൾ ചോദിക്കുമ്പോൾ സാറ് പാട്ട് പഠിക്കുക ആദ്യം, പിന്നെ നമുക്ക് ഇത് സംസാരിച്ചിതാകാം. പക്ഷേങ്കിൽ അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി ഇതായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, നമുക്കൊരു ഇഷ്ടം, ഒരു കാര്യത്തോടൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടേ ഞാൻ പിന്നോക്കം ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാന് ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത പാട്ട് തന്നെ കേൾക്കാം. പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ആ ചെങ്ങന്നൂർ ആദിപ്പാട്ടല്ലേ? അത് സിന്ധുവിന്റെ കുറച്ച് ഭാവനകളും ഉണ്ട് അതിനകത്ത്. അത് ഇത്തിരി കൂടെ സ്പീഡപ്പ് ആക്കി, അത്രേ ഉള്ളൂ. അത് മൊത്തം സാറിന്റെ ഇതാണ്. ഓക്കെ. അപ്പൊ പ്രിയ പ്രേക്ഷകര് സിന്ധുവിന്റെ പാട്ട് സ്വീകരിക്കുക, ഒന്നും നോക്കണ്ട, സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ കേൾക്കാം. ആയിക്കോട്ടെ. ധിമി ധിമി താരാതി നന്ദഗതോ ഗൃഗുദാരോം ദിത്തോ, ധിമി ധിമി താരാതി നന്ദഗതോ ഗൃഗുദാരോം ദിത്തോ, അത്തിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം, തിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം, അത്തിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം, തിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം, തെക്കും വടക്കും കൂറന്നു രായഭരണോ, രായഭരണത്തിലെ തേവായി വരണോ, തെക്കും വടക്കും കൂറങ്ങു രായഭരണോ, രായഭരണത്തിലെ തേവായി വരണോ, ധിമി ധിമി താരാതി നന്ദഗതോ ഗൃഗുദാരോം ദിത്തോ, ധിമി ധിമി താരാതി നന്ദഗതോ ഗൃഗുദാരോം ദിത്തോ, അത്തിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം, തിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം, ആദിപ്പെരിയോരോ 21 പേരെ, കാലപ്പെരിയോരാം 21 പേരും, ആദിപ്പെരിയോരോ 21 പേരെ, കാലപ്പെരിയോരാം 21 പേരും, അത്തിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം, തിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം, പൂങ്കലാദിയല്ലോ ഒന്നാമനാദി, ചെങ്ങന്നൂരാദിയല്ലോ ഒടുവിലനാദി, ആ പൂങ്കലാദിയല്ലോ ഒന്നാമനാദി, ചെങ്ങന്നൂരാദിയല്ലോ ഒടുവിലനാദി, അത്തിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം, തിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം, മൂവിക്കലിട്ട്യാദി ഉലുവന്തുരാദി, മൂവിക്കലിട്ട്യാദി ഉലുവന്തുരാദി, ആ മൂവിക്കലിട്ട്യാദി ഉലുവന്തുരാദി, മൂവിക്കലിട്ട്യാദി ഉലുവന്തുരാദി, ഈഴപ്പനാദി യതി മല്ലൂരാദി യതി മല്ലൂരാദി കരി മല്ലൂരാദി, ഈഴപ്പനാദി യതി മല്ലൂരാദി യതി മല്ലൂരാദി കരി മല്ലൂരാദി, തിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം, തിനം ദിന്ദിനം ദോം താരാദിനം ദിനം ദോം,
ആദിയിരുളുവനാദി കുന്നുവനച്ചൻ ആദിയിരുളുവനാദി കുന്നുവനച്ചൻ ആദിയിരുളുവനാദി കുന്നുവനച്ചൻ ആദിയിരുളുവനാദി കുന്നുവനച്ചൻ അതിരുമ്പുഴയച്ചനും മങ്കൊമ്പിലച്ചനും കരിയ പണിക്കനരിയ പണിക്കനും അതിരുമ്പുഴയച്ചനും മങ്കൊമ്പിലച്ചനും കരിയ പണിക്കനരിയ പണിക്കനും അത്തിനം ദിന്ദിനം തോ താരാദിനം ദിനം തോ ദിനം ദിന്ദിനം തോ താരാദിനം ദിനം തോ ആദിദണ്ഡാ പണിക്കൻ നെടുമല്ലു കണ്ടക ആദിദണ്ഡാ പണിക്കൻ നെടുമല്ലു കണ്ട ആദിദണ്ഡാ പണിക്കൻ നെടുമല്ലു കണ്ടക ആദിദണ്ഡാ പണിക്കൻ നെടുമല്ലു കണ്ട കണ്ടാ പണിക്കൻ നെടുമല്ലു കണ്ട കടലുവും കണ്ടേയും കായലി കണ്ടേ കണ്ടാ പണിക്കൻ നെടുമല്ലു കണ്ട കടലുവും കണ്ടേയും കായലി കണ്ടേ അത്തിനം ദിന്ദിനം തോം താരാദിനം ദിനം തോം ദിനം ദിന്ദിനം തോം താരാദിനം ദിനം തോം പാണ്ടിപ്പടക്കുറുപ്പേ മലനാട്ടിലാതി പാണ്ടിപ്പടക്കുറുപ്പേ മലനാട്ടിലാതി പാണ്ടിപ്പടക്കുറുപ്പേ മലനാട്ടിലാതി പാണ്ടിപ്പടക്കുറുപ്പേ മലനാട്ടിലാതി പാണ്ടിക്കുറുപ്പു മലനാട്ടിലാതി കോട്ടായി കണ്ടൻ കരടിയന്തള്ളയും പാണ്ടിക്കുറുപ്പു മലനാട്ടിലാതി കോട്ടായി കണ്ടൻ കരടിയന്തള്ളയും അത്തിനം ദിന്ദിനം തോം താരാദിനം ദിനം തോം ദിനം ദിന്ദിനം തോം താരാദിനം ദിനം തോം ആദിപ്പെരുമൻ ഉടയപ്പെരുമൻ കായപ്പെരുമൻ കളരിപ്പെരുമൻ ആദിപ്പെരുമൻ ഉടയപ്പെരുമൻ കായപ്പെരുമൻ കളരിപ്പെരുമൻ ധിമി ധിമി താരാദിനന്ദഗതോ ഗൃഗുദാരോം ദിത്തോം ധിമി ധിമി താരാദിനന്ദഗതോ ഗൃഗുദാരോം ദിത്തോം അത്തിനം ദിന്ദിനം തോം താരാദിനം ദിനം തോം ദിനം ദിന്ദിനം തോം താരാദിനം ദിനം തോം അത്തിനം ദിന്ദിനം തോം താരാദിനം ദിനം തോം ദിനം ദിന്ദിനം തോം താരാദിനം ദിനം തോം